മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റിയ പത്രത്തിൻ്റെ പേരുകളൊക്കെ ഞാനിവിടെ പറഞ്ഞത്. സഖാക്കന്മാർക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഉണക്കമീൻ വറുത്ത പോലെയാ. ആ ഉണക്കമീൻ കഴിക്കുന്ന സ്വഭാവമാണ് ദേശാഭിമാനി വായിച്ചാൽ. വെളിയിലേക്ക് പോകുമ്പോൾ കറുപ്പ് കണ്ട് ചുവപ്പ് കണ്ട കാളയെ പോലെ കറുപ്പ് കണ്ടു വരണ്ടു പോകുന്ന മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കേണ്ട അവസ്ഥയല്ലേ ഇന്ന് ഗോവിന്ദ മാഷ് വന്നത്? ഒരു മുഖ്യമന്ത്രി ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം മലയാളത്തിലുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിഘണ്ടുവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിഘണ്ടുവിൽ ഉളുപ്പ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ എന്നേ രാജിവെച്ച് പോകേണ്ടതായി ഈ മനുഷ്യൻ. ബി ഗോപാലകൃഷ്ണൻ, അതായത് BJP യെ ചെറുക്കുക, നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നേരിട്ട് പ്രഖ്യാപിച്ച ഒരു കാര്യം, അന്ന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞു അത് വെറുമൊരു മോഹമാണ് എന്നുള്ളത്. എന്താണോ കാര്യം? വാട്ട് ഈസ് ദി റീസൺ? ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ CPM-ന് കഴിഞ്ഞു ഈ ജാഥയിലൂടെ എന്നുള്ളതാണ് CPM-ന്റെ പ്രതിനിധി പറഞ്ഞു വെച്ചത്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്ക് വല്ലതും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. നിങ്ങൾക്ക് കേരളം ഒരു സ്വപ്നം മാത്രമാക്കി അവശേഷിപ്പിക്കുക എന്നുള്ളതാണ് CPM മുന്നോട്ട് വെച്ചത് എങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ ഇയറിൽ എന്ത് പ്രതീക്ഷയാണ് കേരളത്തിൽ ബാക്കിയുണ്ടാവുക? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഞാൻ അതിനൊക്കെ മറുപടി പറയാം. അതിനു മുമ്പ് എൻ്റെ മിസ്റ്റർ ഷാജർ പറഞ്ഞതൊന്ന് പറഞ്ഞോട്ടെ. ഷാജറേ, നീ മേടിച്ചോ? ഈ ഉണക്കമീൻ ഉണ്ടല്ലോ, ഉണക്കമീൻ അത് വറക്കുമ്പോൾ കഴിക്കുന്നവർക്ക് നല്ല ടേസ്റ്റാ, പക്ഷെ നാട്ടുകാർക്ക് ദുർഗന്ധമാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ട് വരുന്ന ആൾക്കാരാ. നാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഇത്ര നാണം കെട്ട നാറിയ ഒരു ഭരണം ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാ. ഒരു മുഖ്യമന്ത്രി ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം മലയാളത്തിലുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിഘണ്ടുവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിഘണ്ടുവിൽ ഉളുപ്പ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ എന്നേ രാജിവെച്ച് പോകേണ്ടതായി ഈ മനുഷ്യൻ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. കാരണം ഈ ഉളുപ്പെന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ചത് ഗോപാലകൃഷ്ണനല്ല, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാ. ചോദിച്ചത് ഉമ്മൻചാണ്ടിയോടാ. ഉളുപ്പ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഈ ഒരു ആരോപണം വന്നപ്പം ഇറങ്ങിപ്പോ നിയമസഭയിൽ നിന്ന് എന്ന് പറഞ്ഞ ആളാണ് ഈ പിണറായി വിജയൻ. പോയി ചത്തുടേടാ. ഇന്ന് ഉളുപ്പ് എന്നൊരു സാധനം പിണറായി വിജയന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് സാർ. നിങ്ങളുടെ യാത്ര, ഈ ഗോവിന്ദ മാഷിന്റെ യാത്ര ഉണ്ടല്ലോ, കേരള ചരിത്രത്തിലെ ഒരു കോമഡി യാത്രയായിട്ട് മാറി. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ MP ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താ അറിയോ? നമ്മുടെ കേരളത്തിലെ റോഡുകൾ, ആ റോഡുകൾ ന്യൂയോർക്കിലെ റോഡുകൾ പോലെ ആയിരിക്കുന്നു. കേരളത്തിലെ റോഡുകൾ അത് അമേരിക്കൻ റോഡുകൾ പോലെ ആയിരിക്കുന്നു. അത് ഗോവിന്ദ മാഷ് പറഞ്ഞ സത്യ. അത് ഗോവിന്ദ മാഷിന്റെ പോക്കറ്റിൽ, പിണറായി വിജയന്റെ പോക്കറ്റിലെ പൈസ കൊണ്ടല്ല, അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസ, നരേന്ദ്രമോദിയുടെ പൈസ. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ബാങ്കുകളിൽ നിന്ന് കൊള്ള ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ പെട്രോളിൽ നിന്ന് ഇത്ര പൈസ എടുത്തു, പെട്രോളിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ടായി ഈ ന്യൂയോർക്കിലെ യാത്ര ഉണ്ടാക്കിയിട്ട് ഗോവിന്ദ മാഷിന്റെ രഥം അങ്ങനെ ഖട്ടറിലും ഗുണ്ടറിലും ഒന്നും ചാടാതെ പോയത്. ഒരു ചെറിയ മിന്നലെ പോയി. വാസ്തവത്തിൽ ചെമ്പരത്തിപ്പൂ യാത്ര അതിനെ വിളിക്കേണ്ടി വരും. ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ചുകൊണ്ട് കേൾക്കാൻ മാത്രമേ കഴിയൂ. നിങ്ങളാണ് ഞങ്ങൾ, ഞങ്ങളാണ് നിങ്ങൾ. ആ സന്ദേശം ഈ സന്ദേശം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലെ ചോദിക്കുന്നത് എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. പതിറ്റാണ്ടുകളായി CPM-ന്റെ വർഗരാഷ്ട്രീയത്തെ കൃത്യമായി പറയുന്ന ആളാണ്. CPM-ന്റെ ആശയത്തെ, CPM-ന്റെ പ്രത്യയശാസ്ത്രത്തെ കൃത്യമായി അവരുടെ അണികളിലേക്ക് ഉൾച്ചേർക്കാൻ കഴിയുന്ന നേതാവുമാണ്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അദ്ദേഹം ഒരു ആശയം അത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ അത് പിന്നെ ഒരു ഭൗതിക ശക്തിയായി പരിണമിക്കുമെന്ന് പറഞ്ഞത് മാർക്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ആ വാചകം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മറ്റുള്ളവർക്കെങ്കിൽ അത് അവരുടെ ബൗദ്ധികമായ പരിമിതിയാണ് എന്നുള്ളതാണ് CPM-ന്റെ വിശദീകരണം എന്ന് പറയുന്നത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. എന്റെ മാധു, അദ്ദേഹം പറയേണ്ടത് മറുപടിയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് കേണ്ടത് മറുപടിയാ. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു പ്രതി, നിങ്ങളുടെ ഭാഷയിൽ ഒരു പ്രതി, ഇത്രയേറെ ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ശക്തമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിരോധം ഉന്നയിക്കുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർട്ടി സെക്രട്ടറി പ്രതിരോധിക്കുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർട്ടി സെക്രട്ടറി വക്കാലോട്ടീസ് അയച്ചില്ല? ഇതൊരു ചോദ്യമല്ലേ? എന്തുകൊണ്ട് 12 ദിവസം? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പുകമറ ഉണ്ടാക്കണ്ട. കൊച്ചിയിൽ പുകയാ, മൊത്തത്തിൽ പുകമറ ഉണ്ടാക്കുകയല്ല, പുകയാണ്. ആ പുകയുടെ കാര്യത്തിൽ എന്തേ നിങ്ങളുടെ മറുപടി? എവിടെ നിങ്ങളുടെ മറുപടി? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഞാൻ ഓരോ കാര്യങ്ങൾ എണ്ണത്തോടു കൂടി തന്നെ പറയാം. ആ കാര്യങ്ങളുടെ മറുപടി പറ. വെളിയിലേക്ക് പോകുമ്പോൾ കറുപ്പ് കണ്ട് ചുവപ്പ് കണ്ട കാളയെ പോലെ കറുപ്പ് കണ്ടു വരണ്ടു പോകുന്ന മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കേണ്ട അവസ്ഥയല്ലേ ഇന്ന് ഗോവിന്ദ മാഷ് വന്നത്? അത് ഉത്തരം പറ.
ഗോവിന്ദ മാഷ് വ്യക്തമായ രാഷ്ട്രീയം പറയാം. എന്ത് രാഷ്ട്രീയ ഗോവിന്ദ മാഷ് പറഞ്ഞത്? കേരളത്തിലെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയത്തിലെ ഒരു വരി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ മാധു? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾ, കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ സ്വീകരിക്കുന്ന ധനപരമായ നിലപാടുകളൊക്കെയാണ്. അത് വിശദീകരിക്കാനും അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. അത് രാഷ്ട്രീയമല്ലേ? നിങ്ങളുടെ മാതൃഭൂമി പത്രത്തില് കാസർഗോഡ് നിന്ന് ജാഥ തുടങ്ങി അന്നു മുതൽ ഇന്നു വരെയുള്ള മുഴുവൻ പത്രവും എന്റെ കയ്യിലുണ്ട്. ഗോവിന്ദ മാഷിന്റെ കാസർഗോഡ് നിന്ന് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ദിവസങ്ങളിലെ പത്രവാർത്തകൾ മാതൃഭൂമി പത്രം, ഞാൻ മറ്റൊരു പത്രം നോക്കുന്നില്ല, ദേശാഭിമാനി ഒന്നും നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. മാതൃഭൂമി പത്രത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അദ്ദേഹം ആ രാഷ്ട്രീയം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശ്രീ ഗോവിന്ദ മാസ്റ്റർ, അതൊന്നുമില്ലെന്ന്. പത്രത്തിൽ ഓരോ ദിവസവും അദ്ദേഹം ഓരോ ദേശാഭിമാനിയിൽ എല്ലാ ദിവസവും ഒരു single day ഇല്ല. എഴുതുന്നുണ്ട്. മാധുവിനോട് ഞാൻ തർക്കിക്കാനൊന്നുമില്ല. ദേശാഭിമാനി ദേശാഭിമാനിയിൽ എഴുതിയെന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റിയ സാധനമല്ലല്ലോ. വട്ട് കളിപ്പിക്കുന്നത് എല്ലാവർക്കും രസമാണ്. ഇവിടെ മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റിയ പത്രത്തിന്റെ പേരുകളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞത്. സഖാക്കന്മാർക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഉണക്കമീൻ വറുത്ത പോലെയാ. ആ ഉണക്കമീൻ കഴിക്കുന്ന സ്വഭാവമാണ് ദേശാഭിമാനി വായിച്ചാല്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മാർക്സിന്റെയും ഏംഗൽസിന്റെയും മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് അറിയേണ്ടത് സ്വപ്ന സുരേഷിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല? ഉത്തരവുണ്ടോ? ഇല്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തുകൊണ്ട് 12 ദിവസം പുക കൊച്ചിയെ നശിപ്പിച്ചിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല? ഉത്തരവുണ്ടോ? ഇല്ല. എന്റെ അണ്ണാക്കിലോട്ട് കുത്തിക്കാനല്ല പറഞ്ഞത്. പാലക്കാട് നിന്ന് പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ട് പോയില്ലേ? അതിന്റെ ഉത്തരവാൻ വേണ്ടത്. അതല്ലാതെ പിന്നെ മറ്റേ ഗോവിന്ദ മാഷ് രാഷ്ട്രീയം പറഞ്ഞു. ഗോവിന്ദ മാഷ് രാഷ്ട്രീയം പറഞ്ഞത് ആൾക്കാർക്ക് മനസ്സിലാക്കാത്ത മറ്റേ ഭാഷയിൽ ശങ്കരാടി സന്ദേശ സിനിമയിൽ പറയുന്ന പോലെ രാഷ്ട്രീയം പറയാനാ കേരളത്തിൽ യാത്ര നടത്തിയത്. ശരി അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?